നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഞ്ജുനെ പോലെ കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. എന്തായി? അവൾക്ക് നല്ല രീതിയിൽ തന്നെ സെൻഡ് ഓഫ് കൊടുത്തോ? പാട്ടും കണ്ണീരൊക്കെ ഉണ്ടായിരുന്നോ? അവളെ ഇറക്കി വിടുന്ന ആ സെന്റിമെന്റൽ സീൻ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. അവളും ഉണ്ടായിരുന്നോ ആ കിളിങ്ങാത്ത പെട്ടി? വള്ളി നടാൻ വേണ്ടി കമ്പ് കുത്തിയപ്പോ വള്ളി ചീഞ്ഞ് കമ്പ് മുളച്ചു എന്ന് പറഞ്ഞ പോലെയായി. ഒന്ന് തെളിച്ച് പറയേണ്ട ഗിരിജെ. അവള് കൂടും കുടുക്കയൊക്കെ എടുത്ത് അനിയത്തിയായിട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴാ പുതുപ്പെണ്ണ് വീണയുടെ വക ഒരു എമണ്ടം പാര. എന്റെ കല്യാണത്തിന് നിൽക്കാതെ ദർശനയെടുത്തി പോവരുതേ എന്നൊരു അപേക്ഷ. ഉടനെ ഗീതമ്മയെ അതീ കയറി പിടിച്ചു. കല്യാണം കഴിഞ്ഞ് പോയാ മതിയെന്ന് എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ അവള് സമ്മതിച്ചു. കല്യാണത്തിന് ഇനി 5 ദിവസമുണ്ട്. അതുവരെ അവളെ സഹിക്കണം. അതിനിടയ്ക്ക് എങ്ങാനും ആ രൂപേഷിന് വല്ല ഇളക്കവും പറ്റിയ നാളെന്നും പറഞ്ഞ് ഇതങ്ങ് നീളും. പിന്നെ നമ്മൾ സ്വപ്നം കണ്ടൊക്കെ വെറുതെ ആവും. 5 ദിവസമല്ലേ, അത് സാരില്ല. ചില കണക്കുകൾ തീർപ്പാക്കാനുണ്ട്. അവളതിന് മുമ്പ് പോയാൽ പിന്നെ നമ്മളത് എവിടെ പോയി തീർക്കും? കല്യാണത്തിന് ചില പ്ലാനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുടക്കാനൊന്നുമല്ല, നടക്കാനാ. കൂട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർക്ക് ഒരു കൊട്ടും കൊടുക്കണം. നീ അത് നല്ലതാണെന്നങ്ങ് കരുത്. നിനക്ക് തട്ടിക്കളിക്കാൻ ഒരു പന്ത് കിട്ടിയെന്ന് വിചാരിച്ച മതി. കമ്പനി കയറി അച്ചിയും കൂടി ഭരണം തുടങ്ങിയപ്പോ ഞാൻ ഒന്ന് പതറിയതാ. പിന്നെ അവൾ അവിടെ നിന്ന് ഇറക്കിവിടാൻ ഞാൻ പെട്ട പാട് ചില്ലറ എങ്ങാനും ആണോ? ബാംഗ്ലൂരിലെ അക്കൗണ്ടിലേക്ക് വക മാറ്റിച്ചതും അവിടുത്തെ ബിനാമി ട്രാൻസാക്ഷനൊക്കെ അവള് കണ്ടുപിടിച്ചപ്പോഴേ ചിലപ്പോ അവളെങ്ങ് തട്ടിക്കളയണമെന്ന് വരെ വിചാരിച്ചതാ. പക്ഷെ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പോലീസുകാർ. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും അവരത് കണ്ടുപിടിക്കും. ജയിലിൽ പോയി കിടക്കാനും വയ്യ. ഇതിനിടയ്ക്ക് എനിക്കും ചേച്ചിക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യതിയുടെ വക അടിപ്പാരയും. അങ്ങനെ ഈസി ആയിട്ടൊന്നും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആർക്കും കഴിയില്ല. ഗിരിജേ, നീയും കുറെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കിയതല്ലേ? വിശ്വേട്ടൻ കളം വിട്ടപ്പോ ഞാൻ ചേച്ചിക്കൊരു പൂട്ടിട്ട് പിടിച്ചതാ. ഇനിയും അതിന്റെ താക്കോൽ കണ്ടുപിടിച്ച് തുറക്കാൻ ദർശനയ്ക്കെന്നല്ല ആർക്കും പറ്റില്ല. ഇനിയിപ്പോ ചേച്ചി വിചാരിച്ച പോലും ആ പൂട്ട് തുറക്കില്ല. പവിത്രൻ ചിലതൊക്കെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെ ഒഴിവാക്കണം. ഏറ്റവും ഒടുവിൽ പെട്ടിയെടുത്തിറങ്ങുന്നത് എൻ്റെ ചേച്ചിയായിരിക്കണം. രൂപേഷ് ചെയ്ത പോലെ തല പൊട്ടിച്ചടിച്ചിറക്കുകയല്ല, പോവല്ലേന്ന് കെഞ്ചിക്കൊണ്ട് പറയും. എന്നിട്ടും ചേച്ചി സ്വയം പിണ്ടം വെച്ചിറങ്ങും. അന്ന് ചേച്ചിക്ക് വായ്ക്കരിയായി ബിരിയാണി ഞാൻ തന്നെ വെച്ച് വിളമ്പി കൊടുക്കും. അതിന്റെ തുടക്കം ഈ ദർശനെ ഇറക്കിവിടൽ. അവനെ മാത്രം ഞാൻ ഇറക്കി വിടില്ല. നിനക്കിപ്പോ 5 ദിവസത്തേക്ക് തട്ടിക്കളിക്കാനൊരു പന്ത് കിട്ടിയില്ലേ? അതുപോലെ ആയുസ് ഒടുങ്ങും വരെ
അവനെ ഞാൻ തട്ടിക്കളിക്കും. എന്നിട്ട് നീട്ടിയൊരടി. എൻ്റെ ഗോൾ പോസ്റ്റിൽ നിന്ന് എതിരാളിയുടെ പോസ്റ്റ് വരെ ഒരൊറ്റ കിക്ക്. ഒരേ ഒരു കിക്ക്. സമയമില്ല, ഇനി 5 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ 5000 കടമ്പകളുണ്ട്. എല്ലാം അനുഭവിച്ച് വേണം അവളിവിടുന്ന് ഇറങ്ങിപ്പോവാൻ. നീ വീണ്ടും മുറി കയറി അടയിരിപ്പ് തുടങ്ങിയോ? എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് എന്താ പറ്റിയെന്ന് അമ്മയ്ക്കറിയില്ലേ? അപ്പച്ചി ആണെങ്കിലും അമ്മയാണെങ്കിലും ദർശനയുടെ പക്ഷം പിടിച്ച് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ നോക്കുന്നുള്ളൂ. ദർശന തെറ്റിയതായാലും കുറ്റക്കാരൻ ഞാൻ. അത് നിന്റെ തോന്നല. അവളുടെ ഭാഗത്ത് ശരിയുള്ളപ്പോ ഞാൻ എങ്ങനെ അവളെ കുറ്റക്കാരിയാക്കും? അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും ചെയ്താലും മനഃപൂർവ്വം ഞാൻ ദർശനെ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. മരുവത്തൂരിനു വേണ്ടി പകലില്ലാതെ അവളിങ്ങനെ കഷ്ടപ്പെടുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇപ്പൊ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി. അത് പറയാനാ ഞാൻ വന്നത്. വീണയുടെ കല്യാണം നടക്കുന്നത് വരെ ദർശനയോട് ഇവിടെ നിൽക്കണമെന്ന് നീ പറഞ്ഞത്, അത് നീ എടുത്ത ശരിയായ നിലപാടാ. അതെന്തായാലും അസലായി. പക്ഷെ ദർശനെ അടിക്കുകയും മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തില്ലേ? അത് നീ കാണിച്ചത് തെറ്റ് തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയത്. ദർശനെ ഡിവോഴ്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താ നാളെ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. നിനക്കോ? നീ ഡിവോഴ്സ് ചെയ്താൽ നിനക്ക് നല്ലൊരു ഭാര്യയെയും എനിക്ക് എന്റെ മകളെയും നഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയെ ദത്തെടുക്കാം. സറോഗസി പോലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. പല വഴികളുണ്ട്. അമ്മയ്ക്ക് ഇനി കാര്യം മനസ്സിലായിട്ടില്ല. ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ ഏർപ്പെടുത്തിയത് ഞാനല്ല, ദർശനയാ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയല്ല, എന്നോട് അവള് ചെയ്ത വിശ്വാസം വഞ്ചനിക്ക. ഭാര്യ ഭർത്തൃ ബന്ധത്തില് വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ആ ബന്ധത്തിന് എന്താ പ്രസക്തി? നീ പഠിച്ചിട്ടില്ല, നിന്നെ പഠിപ്പിച്ചില്ല എന്നൊക്കെ പറയും. അക്ഷരശുദ്ധിയോടെ ഇങ്ങനെ മലയാളം പറയാൻ പഠിപ്പിച്ചതാരാ? ബാലപാഠങ്ങൾ പോലും നിന്നെ പറയാൻ പഠിപ്പിച്ചതും ഓരോ വാക്കും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നീ ദർശനെ ഫോണിൽ വിളിച്ച് ചോദിച്ചതൊക്കെ നീ മറന്നു. ബന്ധവും വിശ്വാസവും പ്രശസ്തിയും ഒക്കെ എന്റെ മോനെടുത്തിപ്പോ ശരം പോലെ പ്രയോഗിക്കുന്നത് കാണുമ്പോ ഞാൻ ദർശനയാ ഇപ്പൊ മനസ്സുകൊണ്ട് നമിക്കുന്നത്. ഒന്ന് നീ മനസ്സിലാക്കണം, നിന്റെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുവോ?